പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ പരിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നല്ല സമയത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാതപീഠത്തെ കടന്നു കണ്ടുകൊണ്ട് ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ഇത് പകൽക്കാലം സൂമിലായിരിക്കുന്ന എല്ലാ കർത്താവിന്റെ മക്കളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് തുടരുക. അതിനെ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. ഇന്നത്തെ ആലോചനയ്ക്ക് നമുക്കൊരു വാക്യം വായിക്കാം. 2 Corinthians chapter 12 verse 9. 2 Corinthian 12-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. 2 Corinthians 12-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥനയോടെ ഇരിക്കണമേ. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൽ കേൾക്കാനേ പോവുകയാണ്. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം സംസാരിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. 2 Corinthians 12-9-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നെന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിനെ ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനത പ്രശംസിക്കും. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നെന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിനെ ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതുന്ന 2-ാമത്തെ ലേഖനത്തിന്റെ 12-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഹല്ലേലൂയ ഒരു ശക്തിയേറിയ വാക്കാണ്, ഒരു വാചകമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തന്നെ ദൈവത്തിന്റെ അടിമയാക്കി വെച്ചിട്ടുള്ള ഒരു ദൈവപുരുഷനാണ് ആയിരുന്നു. ഹല്ലേലൂയ. ബോൺസ് ആൻഡ് ക്രൈസ്റ്റ് എന്നത്തെ കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നത്. അദ്ദേഹം പറയുകയാണ്, അതുകൊണ്ട് ക്രിസ്തുവിന്റെ ശക്തി എന്നിൽ കൂടെ പ്രവർത്തിക്കേണ്ടതിനെ ഞാൻ അധികം ആനന്ദത്തോടെ എന്റെ ബലഹീനതയെ പറ്റി പ്രശംസിക്കും. ഇത് ആഴത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഹല്ലേലൂയ. ബലഹീനതയെ പറ്റി ഞാൻ പ്രശംസിക്കും എന്നതിന്റെ അർത്ഥം എന്താ? ഹല്ലേലൂയ. പൗലോസ് തന്റെ കുറവുകളെയോ പരാജയങ്ങളെയോ പാപങ്ങളെയോ പ്രശംസിക്കുകയല്ല. ഇവിടെ ഒന്നുകൂടെ പറയാം. ഇവിടെ പൗലോസ് തന്റെ ബലഹീനതയെ പറ്റി പറയുമ്പോൾ തന്റെ കുറവുകളെയോ പരാജയങ്ങളെയോ പാപങ്ങളെയോ പറ്റി പ്രശംസിക്കുകയല്ല ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത്, എനിക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ബലഹീനത എന്ന് പറഞ്ഞാൽ സ്വന്തമായി ചെയ്യാൻ കഴിയാത്ത, ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, എന്റെ കഴിവ് തീർന്നു പോകുന്ന നിമിഷങ്ങൾ, രോഗങ്ങൾ, പീഡനങ്ങൾ, അപമാനങ്ങൾ, കഷ്ടതകൾ, മനുഷ്യന്റെ ശക്തി പോരാത്ത അവസ്ഥകൾ എന്നീ കാര്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലനോട് പറയുന്നത്. നമ്മളെല്ലാം കടന്നു പോകുന്ന ഒരവസ്ഥകളാണ്. നമുക്കായി സ്വയമായി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ, എന്റെ കഴിവിന് ഇവിടെ ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാകുന്ന നിമിഷങ്ങൾ, രോഗങ്ങൾ, പീഡനങ്ങൾ, അപമാനങ്ങൾ, കഷ്ടതകൾ, മനുഷ്യന്റെ കഴിവിന് സോൾവ് ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന പൗലോസ് അപ്പോസ്തലനോട് പറയുന്നത്. ഹല്ലേലൂയ. ഇവരെ കുറിച്ച് ഞാൻ ലജ്ജിക്കുകയല്ല, മറിച്ച് സന്തോഷിക്കുന്നു. കാരണം ഇതാണ്, ഇത്തരം കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ വരുമ്പോഴാണ് ക്രിസ്തുവിന്റെ ശക്തി ഏറ്റവും വ്യക്തമായി എന്നിൽ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് ഇത്തരം ബലഹീനതകൾ, എന്റെ ബലഹീനതകൾ ഞാൻ പ്രശംസിക്കുന്നുണ്ട്. കാരണം ഇത്തരം ബലഹീനമായ, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ വരുമ്പോഴാണ് ക്രിസ്തുവിന്റെ ശക്തി ഏറ്റവും വ്യക്തമായി എന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് സന്തോഷിക്കുന്നത്. ഹല്ലേലൂയ. അതിന്റെ മറ്റൊരു കാരണമുണ്ട്. കർത്താവായ നമ്മുടെ ദൈവം പൗലോസിനോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനത തികഞ്ഞതായി വരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇതാണ് പൗലോസ് അപ്പോസ്തലന് സന്തോഷം കൊടുക്കുന്ന മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കുന്നുണ്ട്. ഞാൻ ശക്തനായിരിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ വാദങ്ങളിലൊക്കെ തന്നെയാണ്, ഞാൻ ശക്തനായിരിക്കുമ്പോൾ ആളുകൾ എന്റെ കഴിവ് കാണും, എന്നാൽ ബലഹീനായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയാണ് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത്. അതാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. എന്റെ കഴിവുകൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ എന്നെ കാണുന്നവരോട് എന്നെയാണ് കാണുന്നത്. പക്ഷേ ഞാൻ ബലഹീനായിരിക്കുമ്പോൾ, എവിടേക്കാണ് എനിക്ക് ബലഹീനത ഉള്ളത്, അത്തരം ഏരിയകളിൽ ദൈവത്തിന്റെ ശക്തിയാണ് എല്ലാവർക്കും കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കഴിവുകളിൽ പ്രശംസിക്കുന്നില്ല, എന്റെ ബലഹീനതകളിൽ ദൈവത്തിന്റെ ശക്തി ഹല്ലേലൂയ കാണുവാൻ സാധിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് എന്റെ ബലഹീനത എനിക്ക് നാണക്കേടല്ല, അത് ക്രിസ്തുവിന്റെ ശക്തി വെളിപ്പെടുവാനുള്ള വേദിയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ബലഹീനത നമ്മുടെ വേദന ആകരുത്, നാണക്കേടാകരുത്. നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ കഴിവില്ലായ്മകൾ, സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ കർത്താവേ, എനിക്ക് മറ്റേയാൾ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലപ്പാ, അല്ലെങ്കിൽ എനിക്ക് അതുപോലെ പാട്ടുപാടാൻ കഴിയുന്നില്ല, എനിക്ക് പ്രസംഗിക്കാൻ കഴിയുന്നില്ല, അതുപോലെ എനിക്ക് ബിസിനസ് നടന്നിരിക്കാൻ കഴിയുന്നില്ല, എനിക്ക് പല പ്രശ്നങ്ങളുണ്ട് കർത്താവേ എന്ന് പറയുമ്പോൾ നാണം കെടേണ്ട ദൈവമക്കളെ, അത് ക്രിസ്തുവിന്റെ ശക്തി വെളിപ്പെടുവാനുള്ള വേദിയായി മാറ്റുക.
അത്തരം ബലഹീനതയെ പ്രശംസിക്കുക. ഹാലൊരു ക്രിസ്തുവിന്റെ ശക്തി എന്നിൽ കൂടി പ്രവർത്തിക്കേണ്ടതിന് അത്തരം ബലഹീനതകളെ ഹാലലൂയ പ്രശംസിക്കുന്ന പാത്രങ്ങളാക്കി മാറ്റുക. ഹാലലൂയ, ഹാലലൂയ. ക്രിസ്തുവിന്റെ ശക്തി എന്റെ ജീവിതത്തിൽ സ്ഥിരമായി വസിക്കട്ടെ. കാരണം ഇത്തരം ബലഹീനത ഉണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ ശക്തി എന്റെ ജീവിതത്തിൽ സ്ഥിരമായി വസിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് ഹാലലൂയ പൗരസപ്പസനെ അങ്ങനെ പറയാൻ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് എന്റെ ബലഹീനതകളെ മറച്ചു വെക്കാതെ ഞാൻ ദൈവസ്ഥാനിൽ സമ്മതിക്കുകയും ആ ബലഹീനതകൾ എപ്പോഴും എന്നിൽ നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന അപ്പോസ്തലൻ പറയുകയാണ്. ഒരു ബൾബിന് സ്വന്തമായി പ്രകാശിക്കാൻ കഴിയാത്തതുപോലെ ആ ബൾബിലേക്ക് ഇലക്ട്രിസിറ്റി വരുമ്പോൾ മാത്രം പ്രകാശിക്കുന്ന പോലെ ഹാലലൂയ അപ്പോസ്തലനിലേക്ക് തന്റെ ബലഹീനതകൾ സമയത്ത് തന്നിലേക്ക് പ്രവഹിക്കുന്ന ദൈവശക്തിയുടെ ഹാലലൂയ പ്രദർശനം മറ്റുള്ളവർ കാണട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തെ പേറിയാണ് അദ്ദേഹം അത് വളരെ ശക്തമായി പറയുന്നത്. എന്റെ ബലഹീനതയെ പ്രശംസിക്കും, എന്റെ ബലത്തിലല്ല, എന്റെ കഴിവുകേടിൽ പ്രശംസിക്കും. ബിക്കോസ് അവിടെയാണ് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ സാധിക്കുന്നത്. അതിലൂടെയാണ് ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് ദിവസങ്ങളിൽ നമ്മുടെ ബലഹീനത ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുവാനുള്ള ഒരു വഴിയായി മാറട്ടെ. അതിനുവേണ്ടി എന്റെ ബലഹീനതയെ പ്രശംസിക്കുന്ന ഒരു വാക്ക് നമ്മുടെ ദിവസങ്ങളിൽ ഉണ്ടായി വരട്ടെ. ഹാലലൂയ. നമുക്ക് വീണ്ടും പറയാം, കർത്താവേ എന്റെ ബലം ആരും കാണണ്ട, എന്റെ കഴിവുകൾ എനിക്ക് ഹല്ലേലൂയ എനിക്ക് എന്റെ കഴിവുകൾ പ്രതിഷ്ഠിക്കാനുള്ള വേദിയല്ല കർത്താവേ അങ്ങയുടെ വേല. അങ്ങയുടെ കഴിവ്, അങ്ങയുടെ ശക്തി എന്റെ ബലഹീനതകൾ തികഞ്ഞു വന്നിട്ട് ഞാൻ എന്റെ ബലഹീനതകൾ പുറത്തു വരുമ്പോൾ, അത് കർത്താവിന്റെ ശക്തി വെളിപ്പെട്ട് വരുമ്പോൾ ഹല്ലേലൂയ അത് കാണുന്നവർ അത് ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ പവറാണെന്നുള്ള തിരിച്ചറിവുണ്ടാകട്ടെ എന്നുള്ള ആ പ്രാർത്ഥനയോടെ നമ്മുടെ ആത്മജീവിതം മുന്നോട്ട് നയിക്കാം. അതായത് ദൈവം നമ്മളെ സഹായിക്കട്ടെ. വാക്ക് പ്രാർത്ഥിക്കും. കർത്താവേ ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ തരുന്നു. ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ കഴിവല്ല കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകൾ ഹല്ലേലൂയ ഞങ്ങളെ ബലഹീനത ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ കഴിവുകളിൽ മറ്റുള്ളവർ ഞങ്ങളെ കാണുമ്പോൾ അത് വേണ്ട കർത്താവേ. ഞങ്ങളുടെ ബലഹീനതകളിൽ കർത്താവേ അങ്ങ് ഇടപെട്ടിട്ട് അതിൽ മറ്റുള്ളവർ അങ്ങേ കാണുവാൻ, അങ്ങേ അറിയുവാൻ ഇടയാകട്ടെ എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട് കർത്താവേ. അതിനായി ഞങ്ങളുടെ ബലഹീനത തുറന്നു നിൽക്കണമേ. എന്നെ ശക്തമാകുന്ന സകലത്തിനും മതിയാവുന്നുള്ള വചനം ഞങ്ങൾ ഏറ്റു പ്രാർത്ഥിക്കുന്നു പിതാവ്. ഞാൻ സകലത്തിനും മതിയാവനാണ്, കാരണം ക്രിസ്തു എന്നിൽ വസിക്കുന്നത് കൊണ്ട്, അങ്ങയുടെ ബലം എന്നിൽ വസിക്കുന്നത് കൊണ്ട് എന്റെ ബലഹീനതയല്ല അങ്ങയുടെ ബലം വെളിപ്പെട്ടു വരട്ടെ എന്നുള്ള പ്രാർത്ഥന ഞങ്ങളിൽ ഉണ്ടാകട്ടെ കർത്താവ്. ഞാൻ അത്ര കരങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടിരിക്കുക. നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നമ്മളെ ഈ വാക്കുകൾ ദൈവം സഹായിക്കട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തുടരുക, ബലഹീനതകൾ പ്രശംസിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.